ഈ ലഹരിയെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ എത്ര വലിയ യോദ്ധാവാണെങ്കിലും, എത്ര വലിയ നിങ്ങൾ കഴിവുള്ളവനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ വീട് വെച്ചിട്ടുണ്ടെങ്കിലും, എത്ര വലിയ CCTV സർവൈലൻസ് വെച്ചിട്ടുണ്ടെങ്കിലും, ഈ ഓഡിറ്റോറിയത്തിൽ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട് ആ സെക്യൂരിറ്റി CCTVയിലൂടെ വീട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രമേൽ ടെക്നോളജി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിലും, പക്ഷേ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ സുരക്ഷിതമല്ല. കാരണം മക്കൾ നിഷ്കളങ്കരാണ്. അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ തേടി പോകുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ പോകുന്ന വഴികൾ അത്രമേൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷിതമല്ല. അവർ പോകുന്ന കളിയിടങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല. അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അത്രമേൽ സുരക്ഷിതമല്ല. കുളു, മണാലി പോലുള്ള ഒരുപക്ഷെ തണുപ്പ് നിലനിൽക്കുന്ന പല ദേശപ്രവിശ്യകളും, ഒരുപക്ഷെ അന്യസംസ്ഥാനത്തെ പൂക്കളും തുമ്പികളും പറവകളും കുന്നുകളും ജലാശയങ്ങളും സമതലങ്ങളും കാണാൻ ബൈക്കുകളിലും വാഹനത്തിലും പോകുന്ന മക്കളോടൊക്കെ ഒരുപക്ഷെ അവരെ നിങ്ങൾ പോകാൻ അനുവദിക്കാതിരിക്കരുത്. പോകണം, പക്ഷെ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തണം. അവിടെ കിട്ടുന്ന ചില സാധനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണം. നിമിഷത്തിനകത്ത് വഴുതി വീഴരുതെന്ന് ഓർമ്മപ്പെടുത്തണം. ഗോവ പോലുള്ള, തായ്വാൻ പോലുള്ള മഞ്ഞ് പെയ്യുന്ന മലപടക്കുകളിലും കടൽ തീരങ്ങളിലും ഒരുപക്ഷെ ടൂറിസ്റ്റുകളെ മാടി വിളിക്കാനുള്ള പുതിയ പുതിയ സിസ്റ്റങ്ങൾ അവിടെ ആപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുടിക്കുന്ന ജ്യൂസിനകത്തും കഴിക്കുന്ന ഭക്ഷണത്തിലും കഴിക്കുന്ന മധുര പലഹാരങ്ങളിലുമെല്ലാം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഒരുപക്ഷെ നമ്മളൊക്കെ നല്ല വിശ്വാസം, മതവിശ്വാസവും നല്ല മദ്രസ പഠനങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കും. നമ്മൾ പറയും, എൻ്റെ മോളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞ കുട്ടി, എനിക്ക് ഒരു പേടിയില്ല, അങ്ങനെ ഓനെ വളർത്തി അങ്ങനെ സാറേ എല്ലാം എൻ്റെ കുട്ടീനോട് തുറന്നു പറയും. വള്ളി വിടാതെ പറയും എൻ്റെ കുട്ടീന്ന്. നിങ്ങൾ ഓർത്തോണം, മക്കളെ നമ്മൾ ഉപരിപഠനത്തിനായിട്ട് നമ്മൾ മറ്റ് സംസ്ഥാനത്തൊക്കെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ മക്കൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ഒരു ടേസ്റ്റ്, അവരുടെ ബ്രാൻഡഡ് ആയ ഷർട്ട്, ക്ലോത്ത്സുകൾ, വാച്ചുകൾ, ആഭരണങ്ങൾ, അവർ പോയിരിക്കുന്ന വണ്ടികൾ, അവർ കഴിക്കുന്ന ഫുഡുകളെല്ലാം മറ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റ് സുഹൃത്തുക്കളുണ്ട്, ഒപ്പം പഠിക്കുന്നവരുണ്ട്. അവരതിനൊക്കെ വിലയിരുത്തും. അത്യാവശ്യം വീട്ടിൽ നല്ല പൈസ ഉള്ളവരാൻ തിരിച്ചറിയും. അറിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് കാര്യം. കാരണം നമ്മുടെ മകളുടെ കയ്യിൽ സിഗരറ്റ് കൊടുത്ത മകൾ വേണ്ടാന്ന് പറയും. ഒരു മദ്യം കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞ മോള് വേണ്ടാറിയും. ഇത് കഞ്ചാവാണ് വലിക്കണോ വെച്ചപ്പോൾ എനിക്ക് വേണ്ടാറിയും. കാര്യം എന്താ? അതൊക്കെ നമ്മൾ മകളെയും മകനെയും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് ഒരു ജ്യൂസ് ഷോപ്പിലോ കോഫി ഷോപ്പിലോ ഇരിക്കുന്ന സമയത്തിനകത്ത് മകൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസിനകത്ത് ആ കൊടുക്കുന്നവന്റെ ചൂണ്ടുവിരലൊന്ന് അമർന്നിരുന്നാൽ, ഒരു 3 സെക്കൻഡ് അവന്റെ വിരൽ ആ ജ്യൂസിനകത്ത് അമർന്നിരുന്നാൽ, അവനെ നഖത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്, മെത്തലീൻ ഡയോക്സി, മത്താംഫിറ്റം എന്നറിയപ്പെടുന്ന ലഹരി ആ ജ്യൂസിലൊന്ന് കലർന്നാൽ, നമ്മുടെ മകളൊന്നും അറിയാതെ കുടിച്ചാൽ, ഒരു 6 മിനിറ്റുകൾക്ക് ശേഷം ആ കുട്ടിയിലുണ്ടാകുന്ന ശാരീരികമായ മാറ്റവും ഒരുപക്ഷെ മാനസികപരമായ മാറ്റവും കേവലം മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നതല്ല. അസാധ്യമായ ഒരു രീതിയിലേക്ക് ആ കുഞ്ഞ് പരിവർത്തനം ചെയ്യപ്പെടും. ഈ പറയുന്ന MDMA എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പത്രത്തിൽ MDMA പിടിച്ചു, അവിടെ പിടിച്ചു, പോലീസ് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഓരോരുത്തരും ആലോചിക്കണം, ശരിക്കും എന്താ MDMA? ഞാൻ അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും കയറിയിട്ട്, നിങ്ങൾ എവിടെയെങ്കിലും കയറിയിട്ട് MDMA എന്താണെന്ന് അന്വേഷിക്കരുത്.